എന്ത് എന്ത് ഇപ്പൊ എന്ത് കിട്ടി? എന്ത് കിട്ടി? ഇവിടെ ഇരുന്നാ മതി നിങ്ങള്. എന്ത് എന്തെങ്കിലും നിങ്ങക്ക് പറയാനുണ്ടോ? പറയാനുണ്ടോന്ന് വെച്ചാൽ അമൽ ബോസ് അല്ലേ പറഞ്ഞ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരു കുഴപ്പമില്ല, അവളെ നമ്മുടെ ജിൻസി ഹെൽപ്പ് ചെയ്തോളും. പിന്നെ അമൽ സാന്നിധ്യത്തെ ഞാൻ പറഞ്ഞോളാം, അങ്ങനെ മനസ്സിലായിക്കോളാം. അവളെ ആ ക്രിസ്റ്റീന പഠിച്ച കള്ളിയാ, കുടിക്കുന്ന വെള്ളത്തിലൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ജോലിയൊക്കെ പിന്നെ ചെയ്യും. അവൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ ആദ്യം പറ. ഇല്ല പറ, കേക്കട്ടെ ആദ്യമേ. നീ അമൽ ബോസ് കൂടെ പ്രേമത്തിലാണ് ശരിക്കും? ചെറുക്കാൻ ഞാൻ മണ്ട അടിച്ച പൊടിക്കും. മിണ്ടാടോ. പിന്നെ അങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ നീ അവളെ അമലിന്റെ കാല് പിടിച്ച് എന്നെ കെട്ടുമെന്ന് ചോദിച്ചോണ്ടാണ് അവൻ സമ്മതിച്ചത്. കല്യാണം ഉറപ്പിച്ചെന്നൊക്കെ. എന്റെ ടോമി, എനിക്കൊരു സമാധാനം കിട്ടുന്നത് എന്റെ കൈയും കല്ലും കറക്കുന്നത്. പേടിച്ചിട്ടാണ്. അവക്കിട്ട് കൊടുക്കാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല ടോമേ. കൊടുക്കുമെന്ന് ഉറപ്പാണെങ്കിൽ വിടണ, പോയി കൊടുക്കട്ടെ. നിനക്കൊക്കെ തീരെ അവളുടെ ഉദ്ദേശം എന്നെ മാക്സിമം നാണം കെടുത്തണം. നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിച്ച് പിരിപ്പിക്കണം. അവള് വിചാരിച്ച നമ്മൾ തമ്മിൽ അടികൂടും. അത് ശരി തന്നെ. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ തമ്മിൽ തല്ലേ, പിന്നെ അവള് ഇവളെ എന്ത് ചെയ്യണോന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. നോക്കാലേ, എഴുതി പോ. നീ പോ. ഞാൻ അല്ലെങ്കിൽ പോകാൻ പോയെന്നെ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞാണ്. അണ്ണ ഒരു ജ്യൂസ് കുടിക്കാൻ എങ്ങോട്ടും വരത്തില്ല. ജ്യൂസ് കുടി. അല്ലടി, ജ്യൂസ് കുടിച്ചിട്ട് വരെ ഇല്ല, എങ്ങോട്ടും പോകുന്നില്ല. എന്നാ ജ്യൂസ് കുടിക്കണ്ട, അവിടെ പോയി ഇരിക്കട്ടെ. പോയി ഇരുന്നോ. ഫയൽ ഇത് ആരാ തളിത്തറയിട്ടത്? പിന്നെ നീ നോക്കണ്ട, അവരുണ്ട് മുങ്ങി. അങ്ങാരുടെ ജ്യൂസ് കുടി നിർത്തി കൊടുക്കാം. അങ്ങാരുടെ ജ്യൂസ് കുടിയും അവരുടെ അഹങ്കാരം ഒക്കെ.